പ്രിയപ്പെട്ടവരെ, ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ജനകീയ കൺവെൻഷൻ ഇന്നിവിടെ തുടങ്ങുകയാണ്. ഈ ജനകീയ കൺവെൻഷന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ വി ശിവപ്രസാദ് ചേട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ചെയർമാൻ ശ്രീ മാനുവൽ നിക്സൺ, ഇന്നിവിടെ ഈ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ BS ശ്രീജിത്ത്, ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ സജീവ പ്രവർത്തകരായ CK പ്രദീപൻ, ലിജോഷ്, അനീഷ് അരവിന്ദൻ, ഷൈനി ജുബിൻ, മറ്റ് ജനകീയ സമിതിയുടെ പ്രവർത്തകരെ, ഈ വേദിയിൽ ഈ സദസ്സിലും ഉപസ്ഥിതരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാർ, ഇടക്കൊച്ചി ജനകീയ സമിതി രൂപീകൃതമായിട്ട് ഏകദേശം 5 മാസമാകുന്നു. ഈ ജൂൺ 13-ാം തീയതി വരുമ്പോൾ, അതായത് ജനുവരി 13-ാം തീയതി രൂപീകരിക്കപ്പെട്ട ഇടക്കൊച്ചി ജനകീയ സമിതി ഈ ജൂൺ 13-ാം തീയതി വരുമ്പോൾ കൃത്യം 5 മാസം തികയാണ്. ഈ 5 മാസ കാലയളവിൽ ഏകദേശം ഇടക്കൊച്ചിയിലെ ജനവാസികൾ ഈ ജനകീയ സമിതിയെ കുറിച്ച് ഏകദേശം അറിഞ്ഞു കാണും. ഈ കാലയളവിൽ ജനകീയ സമിതി നടത്തിയിട്ടുള്ള നാൾവഴികളാണ് ഇതിനു മുമ്പ് ശ്രീമാൻ രജിത്ത് നിങ്ങളോട് വിശദീകരിച്ചത്. സുഹൃത്തുക്കളെ, ഇടക്കൊച്ചിയിലെ ഓരോയുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടക്കൊച്ചി ജനകീയ സമിതി രൂപീകൃതമാകുമ്പോൾ നിങ്ങൾ കരുതും ഈ 5 മാസം കൊണ്ടാണ് ഈ ഓരോയുള്ള പ്രശ്നം ഇത്ര രൂക്ഷമായതെന്ന്. അല്ല, കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒറ്റക്കൊറ്റക്കായി പലരും നടത്തിയിരുന്നു. അതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇടക്കൊച്ചി ജനകീയ സമിതി 2025 ജനുവരി 13-ാം തീയതി രൂപീകൃതമാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ കേരളത്തിലെ വ്യവസായ മന്ത്രി P രാജീവിനെ കണ്ടു, കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കണ്ടു, MLA നമ്മുടെ പ്രിയപ്പെട്ട MLA K ബാബുവിനെ കണ്ടു, നിവേദനങ്ങൾ കൊടുത്തു. ഇതുവരെ കാര്യമായ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കളക്ടറെ 3 തവണ കണ്ടു, കളക്ടറെ ക്യാമ്പ് ഓഫീസിൽ കണ്ടു, അദ്ദേഹത്തിന്റെ ഓഫീസിൽ കണ്ടു, നേരിട്ട് പരാതി കൊടുത്തു, RDOയെ കണ്ടു, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ്, അഡാക് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, താഴോട്ട് വരുമ്പോൾ വില്ലേജ് ഓഫീസർ വരെ നമ്മൾ പരാതികൾ കൊടുത്തു. നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തി. അതിന്റെ എല്ലാം പരിണിത ഫലമാണ് പല മാറ്റങ്ങളും ഈ കഴിഞ്ഞ 5 മാസത്തിൽ ഇടക്കൊച്ചിൽ ഉണ്ടായിട്ടുണ്ട്. 2021 പൂർത്തീകരിക്കേണ്ടിയിരുന്ന ഒരു പണിയാണ് ഇപ്പോൾ പണി ഏകദേശം 95% വലിയ റോഡ് പരിസരത്തുള്ള സ്ലൂയിസിന്റെ പരിസരത്തുള്ള കല്ലുകെട്ടും ആ പ്രദേശത്ത് ഏകദേശം ഒരു 35 ലക്ഷം രൂപയോളം വരുന്നൊരു വർക്ക് 15-ാം ഡിവിഷൻ കൗൺസിലറിന്റെ നേതൃത്വം നടക്കേണ്ടതായിരുന്നു. 15-ാം ഡിവിഷൻ കൗൺസിലർ അധികാരത്തിലേറ്റി ആ പണി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആ പ്രദേശവാസികൾ അതിനെതിരെ സംഘടിക്കുകയും ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. ജനകീയ സമിതി വന്നതിന് ശേഷമാണ് ആ പണി ഇപ്പോൾ ഏകദേശം 95% പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് നടക്കേണ്ടതായ പല പദ്ധതികളും മേയറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായ മേയർ നമ്മളുമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയിൽ തീരുമാനത്തിലെത്തി. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സനെ പൂർണ്ണ ചുമതല കൊടുത്തുകൊണ്ട് ഇടക്കൊച്ചിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ തിരക്കുള്ള അദ്ദേഹം നമ്മുടെ ഈ പ്രശ്നത്തെ പരിഹാരത്തിനായിട്ട് ഇടക്കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുമായി വന്ന് അളവെടുത്ത് പലതവണ വന്നു. അതിന്റെ ഏകദേശം അത് ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ തന്നെ നിങ്ങളോട് വിശദീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് മുന്നേ സംസാരിച്ച രജിത്ത് പറഞ്ഞു ഒരു തടയണ, അതായത് താൽക്കാലിക ബണ്ട് നിർമ്മാണത്തെ കുറിച്ച്. ഇത് നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച കാര്യങ്ങളാണ്. അതായത് ഇറിഗേഷൻ വകുപ്പിന്റെ മുൻപിലുള്ള
4.85 കോടിയുടെ പണി കഴിഞ്ഞ 2021 തുടങ്ങിയതാണത്. അത് നടത്താൻ കഴിയാതെ സ്പിറ്റപ്പ് ചെയ്ത് വീണ്ടും പല പ്രതിസന്ധികളിലേക്ക് കടന്നു പോവുകയാണ്. ആ പണി ഇനിയും നീളുമെന്നുള്ള ഒരു അറിവിലാണ് നമ്മൾ. ഒരു തടയണം ഉണ്ടാകണം താൽക്കാലികമായിട്ടെങ്കിലും. കാരണം ജനങ്ങൾ എത്ര നാൾ ഈ വെള്ളത്തിൽ മുങ്ങി ജീവിക്കും? സർക്കാരിന്റെ പെർമനന്റ് സൊല്യൂഷൻ വരുന്നത് വരെ ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അതിനൊരു പരിഹാരമാണ് താൽക്കാലിക തടയണം. അതിനുവേണ്ടി ഞങ്ങൾ കൃത്യം 1 മാസം മുമ്പ് മെയ് 9 പ്രത്യേക ഒരു നിവേദനം തയ്യാറാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട 15ാം ഡിവിഷൻ കൗൺസിലർക്ക് നേരിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. വേണ്ടുന്ന ഉചിതമായ നടപടികൾ എടുക്കാമെന്ന് ബഹുമാനപ്പെട്ട ശ്രീമതി ജീജ കൃഷ്ണൻ നമ്മൾ പറയുകയും ചെയ്തു. അന്ന് തന്നെ നമ്മൾ അഭിലാഷിനെ ഞാൻ ഫോണിൽ സംസാരിച്ചു, 16ാം ഡിവിഷൻ കൗൺസിലർ. അദ്ദേഹം വളരെ സഹായകരമായ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. നാളെ തന്നെ ഞാൻ ഇതിന് വേണ്ട നടപടി, അതായത് തടയണയുമായി ബന്ധപ്പെട്ട ഫണ്ട് അനുവദിക്കേണ്ടത് കൊച്ചിൻ കോർപ്പറേഷൻ അല്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. നാളെ തന്നെ വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞത് പ്രകാരം തന്നെ അടുത്ത ദിവസം തന്നെ 10ാം തീയതി വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുക്കുകയും വില്ലേജ് ഓഫീസറെ കൊണ്ട് തന്നെ അത് തഹസീൽദാർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അതായത് ഈ തടയണ എടക്കൊച്ചി ജനകീയ സമിതി ചെയ്യണമെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന് 1.5 ലക്ഷത്തിന് രൂപ ബഡ്ജറ്റ് വരുമെന്ന് ഞങ്ങൾ ഏകദേശം കണക്കാക്കി. ജനകീയ സമിതിയിലുള്ള പ്രവർത്തകർ തന്നെ 5000 10,000 രൂപ ഷെയർ ഇടാൻ തീരുമാനിച്ചു. ആ സാഹചര്യത്തിലാണ് 6ാം തീയതി അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അവർ പ്രതിഷേധം നടത്തുകയും തഹസീൽദാർ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് അന്ന് തന്നെ കളക്ടർ രേഖാമൂലം ഡെപ്യൂട്ടി കളക്ടർ വഴി കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. ദുരിത നിവാരണ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും ഈ താൽക്കാലിക ഫണ്ട് നിർമ്മാണത്തിനായി പണം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അടിയന്തരമായി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക്, അഭിലാഷ് തോപ്പിനും ജീജ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു കൈയടി നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മളിത് ആഗ്രഹിച്ചതാണത്, നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊരു ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള ഫണ്ടാണിത്. എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന 1-2 ആഴ്ചകൾക്കുള്ളിൽ ഈ തടയണം നിർമ്മിക്കുന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ. അതിനുള്ള വേണ്ടുന്ന നടപടികൾ അഭിലാഷിന്റെ ഭാഗത്തു നിന്നും ജീജ കൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് കൂടി ഞാൻ ഈ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ പാടശേഖരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടക്കൊച്ചിയിൽ കൃഷി ഇല്ലാത്തതാണ് ഒരു പരിധിവരെ മറ്റു പല പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു മീൻ ഒരു നെല്ലും പദ്ധതി പ്രകാരം ഏപ്രിൽ 14-ാം തീയതി മത്സ്യകൃഷി അവസാനിപ്പിച്ച് പൊക്കാളി കൃഷി തുടങ്ങണം. അത് തുടങ്ങാൻ ഇടക്കൊച്ചിയിലെ ചെട്ടിപ്പാടം പാടശേഖര സമിതി തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൃഷി ഓഫീസറെ സമീപിച്ചു. അന്ന് തന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഇടക്കൊച്ചിയിൽ കൊണ്ടുവന്നു. ഇടക്കൊച്ചി സ്ഥലങ്ങൾ കാണിച്ചു. ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് അദ്ദേഹം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കൊച്ചി ജനകീയ സമിതി ഈ കൃഷിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അതിന് ബന്ധപ്പെട്ട ആളുകളെ കാണുകയും ചെയ്തു. എന്നാൽ ഏകദേശം ഈ കൃഷി ഓഫീസർ വന്ന് 2ാം ദിവസം ഇടക്കൊച്ചി പാടശേഖര സമിതി കേരള കർഷക തൊഴിലാളി യൂണിയനുമായി അടിയന്തരമായി യോഗം ചേരുകയും ഇടക്കൊച്ചിയിൽ പൊക്കാളി കൃഷി നടത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ പ്രവർത്തന ഫലമായി ഇടക്കൊച്ചിയിൽ നിന്ന് ചെട്ടിപ്പാടം പാടശേഖരത്തിൽ 1 ഏക്കർ ഭൂമിയിൽ കൃഷിക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KSKTUവിന് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്റെ കർത്തവ്യ സ്വാഗത പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്കുകൂടി ഞാൻ പറയാം. ഇടക്കൊച്ചി എന്ന പ്രദേശം വികസനത്തിന്റെ പാതയിൽ കൊച്ചിയിലെ 74 ഡിവിഷനുകളിൽ ഏറ്റവും പിന്നോക്കമുള്ള, ഏറെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഇടക്കൊച്ചി. മറ്റു പല പ്രദേശങ്ങളും വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഇതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഒരു കളിക്കളമോ ഒരു പാർക്കോ ഇത് ശരിയായ രീതിയിൽ നമുക്കുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിനായി നമ്മുടെ 2 കൗൺസിലർമാർ വേദിയിലുള്ളപ്പോൾ ഞാൻ പറയുകയാണ്,
മാലിന്യ സംസ്കരണം, അതായത് മാലിന്യം ശേഖരിക്കാൻ കൃത്യമായ ഹരിത കർമ്മസേനയുണ്ട്. കൃത്യമായ ഹരിത കർമ്മസേന കൃത്യമായ ആളുകളുണ്ടോ? എല്ലാ വീടുകളും ഹരിത കർമ്മസേനയുമായി കണക്റ്റഡ് ആണോ? ഇതൊന്നും ഉറപ്പുവരുത്തിയാൽ തന്നെ ഇടക്കൊച്ചിയിലെ മാലിന്യത്തിന്റെ കാര്യത്തിൽ നമ്മൾക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും. ഇനിയും 4-5 മാസമുണ്ട് ഈ കൗൺസിൽ അവസാനിക്കാൻ. അതിനു മുൻപെങ്കിലും ഇടക്കൊച്ചിയിലെ മാലിന്യ ശേഖരണത്തിന് വേണ്ടുന്ന പദ്ധതികൾ പൂർണ്ണമായും 100% വിജയപ്രദകരമാക്കാൻ കൗൺസിലർമാർ മുൻകൈ എടുക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ വേദിയിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ചെയർമാൻ ശ്രീ മാനുവൽ നിക്സനാണ്. നിങ്ങൾക്ക് ഏറെ സുപരിചിതനായ ശ്രീ മാനുവൽ നിക്സനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് കൊച്ചി കോർപ്പറേഷനിലെ ഊർജ്ജസ്വലനായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. പശ്ചിമ കൊച്ചിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും മേയർ ഏറെ ഉപയോഗിക്കുന്ന, ഏറെ സഹായം അഭ്യർത്ഥിക്കുന്ന ഏക വ്യക്തി എൻ്റെ അറിവിൽ ശ്രീ VS ശ്രീജിത്താണ്. ഇടക്കൊച്ചിയുടെ ഈ വെള്ളപ്പൊക്ക ദുരിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിരവധി തവണ ഞങ്ങൾ അദ്ദേഹവുമായി കാണുകയുണ്ടായി. ഓരോ മീറ്റിംഗിലും വളരെ സഹതാപപൂർവ്വം ഇടക്കൊച്ചിയുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണുകയും അതിനു വേണ്ടുന്ന ഊർജ്ജസ്വലമായ നടപടികൾ അടിയന്തരമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശ്രീജിത്ത്. ഒരു സഹോദരൻ എന്ന രീതിയിൽ നമുക്കേറെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഇടക്കൊച്ചിക്ക് 15-14 ഡിവിഷന് ഏറെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ VS ശ്രീജിത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ ആശംസ പ്രസംഗങ്ങൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഡിവിഷൻ കൗൺസിലർമാരാണ്. 16-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ അഭിലാഷ് തോപ്പിൽ. നിരവധി പ്രശ്നങ്ങളുമായി ഞങ്ങൾ അഭിലാഷ് തോപ്പിലുമായിട്ട് തർക്കിക്കാറുണ്ട്, വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, പോരായ്മകൾ ചൂണ്ടിക്കാറുണ്ട്. ഇന്ന് ഈ ജനകീയ സമിതി രൂപീകരിക്കപ്പെടുമ്പോൾ, ജനുവരി 13-ാം തീയതി ജനകീയ സമിതി രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് മുന്നേ നടന്ന ജനുവരി 4-ാം തീയതി നടന്ന റോഡ് ഉപരോധവുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ജനുവരി 4-ാം തീയതി ഇടക്കൊച്ചിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ, വേലിയേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ടിൽ ജനജീവിതം ദുസ്സഹമായപ്പോൾ ജനങ്ങൾ സംഘടിച്ചുണ്ടായതാണ് ആ റോഡ് ഉപരോധം. ആ റോഡ് ഉപരോധത്തിൽ നമ്മളെ മുന്നിൽ നിന്ന് സഹായിച്ച, മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ, അന്നത്തെ ആ കേസിൽ 1-ാം പ്രതിയായ ശ്രീ അഭിലാഷ് തോപ്പിൽ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇനിയും 4-5 മാസങ്ങളുണ്ട്. ഇനിയും പല കാര്യങ്ങളും നമ്മൾക്ക് ഈ ഇടക്കൊച്ചിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. 16 വർഷത്തെ ഇനിയുള്ള കാര്യങ്ങൾ കൂടി എല്ലാവിധ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 15-ാം ഡിവിഷന്റെ കൗൺസിലറാണ് ജീജ ടെൻസൺ. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ അതിനു വേണ്ടുന്ന സാങ്കേതിക തടസ്സങ്ങൾ ആൾബലത്തുള്ളവരെയും അല്ലാതെയും ജനകീയ സമിതി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പലതും സജീവമായി രംഗത്ത് കൊണ്ടുവരാൻ മുൻകൈയെടുത്ത ജീജ ടെൻസൺ പല കാര്യങ്ങളും ഇപ്പോൾ പല പദ്ധതികളും ഇപ്പോൾ പേപ്പറിലാണെങ്കിലും വരും ദിവസങ്ങളിൽ അതുകൂടി ടെൻഡർ നടപടികളിലേക്ക് വന്ന് പല പദ്ധതികളും പൂർവാധികം പങ്കെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശ്രീമതി ജീജ ടെൻസനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഏവരും പേര് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യാം. സുഹൃത്തുക്കളെ, ഇന്നിവിടെ നമ്മൾ സ്വീകരിച്ച് നേരിട്ടെത്തിയിട്ടുള്ള ശ്രീ എൻ എ ജനമേജയൻ, CPIയുടെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനാണ്. ഇന്നത്തെ ഈ വിഷയത്തിൽ, താൽക്കാലിക പട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വലിയ അഭിപ്രായങ്ങൾ നമ്മൾ കാതോർക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും പേര് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. സുഹൃത്തുക്കളെ, ജനകീയ സമിതിയുടെ സജീവ പ്രവർത്തകരാണ് CK പ്രദീപൻ, നിതീഷ്, ലിജോഷ്, അനീഷ്, ഷൈനി ജുബിൻ, കൂടാതെ ഈ സദസ്സിലുള്ള നിരവധി പ്രവർത്തകരുണ്ട്. അവരെല്ലാവരെയും ഞാൻ നിങ്ങളുടെ ഓരോരുത്തരും പേരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വേദിയിൽ എത്തിയിട്ടുള്ള ഈ സദസ്സിൽ ഉപവിഷ്ടരായ നിങ്ങൾ ഓരോരുത്തരും
നിങ്ങൾ ഓരോരുത്തരും ഇടക്കൊച്ചിയുടെ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഓരോ ദിവസവും നിങ്ങൾ നീറിയാണ് ജീവിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. ഈ ശാശ്വതമായ പരിഹാരം കാണുന്നതിലേക്കായി ഇടക്കൊച്ചി ജനകീയ സമിതി രൂപീകരിക്കപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഇടക്കൊച്ചിയുടെ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള അത് ഇടക്കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലയായാലും ഉള്ള കിഴക്കൻ മേഖലയായാലും ശരി, ഇതിന് പൂർണ്ണമായൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇടക്കൊച്ചി ജനകീയ സമിതി നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് പിന്നാലെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. എല്ലാവിധ സഹകരണം നിങ്ങളിൽ നിന്നും ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിനുമുമ്പ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യണം. ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.